കുറച്ചൊക്കെ അറിയുന്നുണ്ട്. സുരാജും വിനായകനും ആര് കൊള്ളാം? സുരാജും വിനായകനൊക്കെ അല്ലേ? രണ്ടാളും കുഴപ്പമില്ല. കോമ്പോ വന്നിട്ടുണ്ട്. സുരാജിൻ്റെ വ്യത്യസ്തമായ ഒരു വേഷം തന്നെയാണ്. മേക്കിംഗ് എല്ലാം നന്നായിട്ടുണ്ട്. ഒരു മാനുഷ്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ടൊരു പടമാണ്. മനുഷ്യനെ ജീവിക്കാം അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് തരുന്നൊരു പടമാണ്. കോമഡി കലർന്നുണ്ടോ? കോമഡി വലിയ കോമഡി ഒന്നുമില്ല, അത് മിക്സ് ചെയ്തിട്ടൊരു പടമാണ്. തിയേറ്റർ വാച്ചിനുണ്ടോ എന്തായാലും? തിയേറ്റർ വാച്ചിനുള്ള പടമാണ്. ഞാൻ പറയുന്നത് മാനുഷ്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ടൊരു ആ ഒരു മെസ്സേജ് തരുന്നൊരു പടമായിട്ട് കാണാൻ പറ്റുള്ളൂ. അത് നന്നായിട്ടുണ്ട്. രണ്ട് മേക്ക് ഓവറുണ്ട്. ട്രെയിലർ നമുക്ക് ഫുൾ കോമഡി ആയിട്ട് തോന്നുന്നു. അങ്ങനെ കോമഡി ഒന്നുമില്ല. അങ്ങനെ ഒരു കോമഡി ആയിട്ട് പോയി കാണേണ്ട കാര്യമില്ല. നമുക്കത് ഇൻ്റർവ്യൂവിന് ശേഷം കുറച്ച് നന്നായിട്ട് ചെയ്തില്ല. ഇരുന്ന് ഉറങ്ങി. ഏകദേശം കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും നന്നായിട്ട് ഇരുന്ന് ഉറങ്ങി. ഇമാതിരി ഒരു ഇതില്ലാത്ത കോമഡി എന്ന് ഇഡ്ഡലിയാക്കിയാൽ പോലും ചിരിക്കാം. അങ്ങനത്തെ കോമഡിയാണ്. ഒരു രസമില്ല. തുടക്കം പേരെഴുതി കാണിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ലാഗ് അടുപ്പിച്ച് അന്യായ ലാഗ് അടുപ്പിക്കലാണ് പേരെഴുതി കാണിക്കുമ്പോൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ തുടക്കം കുറച്ചൊരു ആദ്യത്തെ ഒരു 10 മിനിറ്റ് ചെറിയ രീതിയിലൊരു പ്രോമിസിങ് ആയിട്ടുള്ളതായിട്ടാണ് തോന്നിയത്. കാരണം നമുക്ക് ട്രെയിലറിൽ കണ്ടതുപോലെ നമുക്ക് കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ രണ്ട് വ്യക്തിത്വങ്ങൾ, അവരുടെ സ്വഭാവത്തിൽ വരുന്ന എന്താ പറയുക, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതെല്ലാം അങ്ങനത്തെ രീതിയിലാണ് തുടങ്ങിയത്. അപ്പം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിരുന്നു. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്ലോട്ട് ആകുമെന്നാണ് തോന്നിയത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് സിനിമ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഒന്നും സിനിമയിൽ പോസിറ്റീവായിട്ടെന്ന് പറയാനായിട്ട് ഒരു പോയിന്റ് പോലും എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയില്ല.